സോ ഇനി അടുത്തത് വരുന്നതാണ് പ്രൈസ് മെക്കാനിസം. എന്താണ് പ്രൈസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം വേർ പ്രൈസ് ആക്ട്സ് ആസ് എ സിഗ്നൽ ടു ഫിക്സ് ദ പ്രോബ്ലം ഓഫ് സ്കേഴ്സിറ്റി വിത്തൗട്ട് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതില്ലാതെ എങ്ങനെ സ്വന്തമായി അല്ലെങ്കിൽ എങ്ങനെ സ്കേഴ്സിറ്റി ഫിക്സ് ചെയ്യാൻ പ്രൈസ് ആക്ട് ചെയ്യുന്നുണ്ട്. പ്രൈസ് കാരണം പ്രൈസ് കൊണ്ട് എങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലില്ലാതെ നമുക്ക് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റും. എന്തിൻ്റെ പ്രോബ്ലം, സ്കേഴ്സിറ്റിയുടെ പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ പറ്റും എന്നാണ് പ്രൈസ് മെക്കാനിസത്തിൽ പറയുന്നത്. ഹൗ ഇറ്റ് വർക്ക്സ്, ഇഫ് എ ഗുഡ് ബിക്കംസ് റെയർ, ഏതെങ്കിലും ഗുഡ് കമ്മിയായി എന്ന് വിചാരിക്കാം, ഇറ്റ്സ് പ്രൈസ് ഗോസ് അപ്പ്, അതിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും, കൂടും. ദിസ് വോണ്ട്സ് കൺസ്യൂമേഴ്സ് ടു ബൈ ലെസ് ആൻഡ് ഇൻസ്പയർസ് ബിസിനസ്സസ് ടു പ്രൊഡ്യൂസ് മോർ. ഇതെന്തിന് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നുണ്ട്, കൺസ്യൂമേഴ്സ് കുറച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്യും. അതേപോലെ ബിസിനസ്സിൻ്റെ കുറച്ച് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു ഗൂഡിൻ്റെ പ്രൈസ് ഏതെങ്കിലും ഒരു ഗൂഡ് റെയർ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് സ്കേഴ്സ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടണത് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും, കൂടും. അതിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ആൾക്കാരത് വാങ്ങണത് കമ്മിയാക്കും. അപ്പോൾ ആൾക്കാരത് വാങ്ങുന്നത് കമ്മിയാക്കാനും അതേപോലെ ബിസിനസ്സസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടാനും അത് ഇൻസ്പയർ ചെയ്യും എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓഫൺ കോൾഡ് ആഡം സ്മിത്ത്സ് ഇൻവിസിബിൾ ഹാൻഡ് ബിക്കോസ് ദ മാർക്കറ്റ് ബാലൻസസ് ഇറ്റ്സെൽഫ് നാച്ചുറലി. ഇൻവിസിബിൾ ഹാൻഡ് എന്നതിനെ പറയും എന്നാണ് പറയുന്നത്. ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനൻസ്. വാട്ട് ഈസ് ഡിമാൻഡ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ വിഷ്, ഇറ്റ് ഈസ് ദ ഡിസയർ ടു ബൈ എ പ്രൊഡക്റ്റ് ബാക്ക്ഡ് ബൈ ബോത്ത് ദ അബിലിറ്റി ആൻഡ് ദ റെഡിനെസ് ടു പേ ഫോർ ഇറ്റ്. അപ്പോൾ എന്താണ് ഡിമാൻഡ് എന്ന് പറയുന്നത്? അപ്പോൾ ഡിമാൻഡിൽ എന്താണ് പറയുന്നത്, ഇറ്റ് ഈസ് ദ ബോത്ത് ദ അബിലിറ്റി ആൻഡ് റെഡിനെസ് ടു പേ. അപ്പോൾ ഡിമാൻഡ് എന്ന് പറയുന്നത് ആൾക്കാർ എത്ര പ്രൊഡക്റ്റ് വാങ്ങാൻ ഡിസയറാണ്, അതിനെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിസയർ ടു ബൈ എ പ്രൊഡക്റ്റ് ബാക്ക്ഡ് അപ്പ് ബൈ ബോത്ത് ദ അബിലിറ്റി ആൻഡ് ദ റെഡിനെസ് ടു പേ ഫോർ ഇറ്റ്. അവർ വിഷ് ചെയ്താൽ മാത്രം മതിയോ, ഡിസൈർ ചെയ്താൽ മാത്രം മതിയോ, പോരാ. അബിലിറ്റി, അത് വാങ്ങാനുള്ള അബിലിറ്റി വേണം. റെഡിനെസ് ടു പേ, അത് പേ ചെയ്യാനുള്ള റെഡിനെസ്, പേ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതാണ് പറയുന്നത് ഡിമാൻഡ് എന്ന്. സോ കീ ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ് ഡിമാൻഡിൻ്റെ ഡിറ്റർമിനൻസ് എന്നാണ് നോക്കാൻ പോകുന്നത്. പ്രൈസ് ഓഫ് ദ ഗുഡ്, ഫസ്റ്റ് വൺ പറയുന്നതാണ് പ്രൈസ്, ആ ഗുഡിൻ്റെ പ്രൈസ്. വെൻ ദ പ്രൈസ് ഗോസ് അപ്പ് കൺസ്യൂമേഴ്സ് ബൈ ലെസ്. അപ്പോൾ പ്രൈസും ഡിമാൻഡും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് വെൻ പ്രൈസ് ഗോസ് അപ്പ് ഡിമാൻഡ് ഡിക്രീസസ്, വെൻ പ്രൈസ് കംസ് ഡൗൺ ഡിമാൻഡ് ഇൻക്രീസസ്. അപ്പോൾ ഡിമാൻഡും പ്രൈസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അടുത്തത് ഇൻകം. ഫോർ നോർമൽ ഗുഡ്സ് ഹയർ ഇൻകം മീൻസ് മോർ ഡിമാൻഡ്. ഫോർ ചീപ്പ് ഓർ ഇൻഫീരിയർ ഗുഡ്സ് ഹയർ ഇൻകം റെഡ്യൂസസ് ഡിമാൻഡ്. അപ്പോൾ നോർമൽ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്, കൂടുതൽ ഇൻകം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരിക്കും. നമുക്ക് ഇൻകം കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടും, അവിടെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. പക്ഷേ ഫോർ ചീപ്പ് ഓർ ഇൻഫീരിയർ ഗുഡ്സ്, ചീപ്പ് അല്ലെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സിന് ഹയർ ഇൻകം റെഡ്യൂസസ് ഡിമാൻഡ്. നമുക്ക് ഇൻകം കൂടും തോറും ഡിമാൻഡ് റെഡ്യൂസ് ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, മൂന്നാമത്തെയാണ് പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. റിലേറ്റഡ് ഗുഡ്സിൽ വരുന്ന രണ്ടെണ്ണമാണ്. ഫസ്റ്റ് വൺ സബ്സ്റ്റിറ്റ്യൂട്ട്സ് പറയുന്നത് ഇഫ് ദ പ്രൈസ് ഓഫ് ടീ ആൻഡ് കോഫി എന്നത്, അപ്പോൾ ടീൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടാണ് കോഫി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോഫിയുടെ സബ്സ്റ്റിറ്റ്യൂട്ടാണ് ടീ എന്ന് പറയുന്നത്. ദ പ്രൈസ് ഓഫ് കോഫി റൈസസ് പീപ്പിൾ ബൈ മോർ ടീ. കോഫിയുടെ പ്രൈസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് ബൈ ചെയ്യാൻ തുടങ്ങും, ടീ ബൈ ചെയ്യാൻ തുടങ്ങും. അത് സബ്സ്റ്റിറ്റ്യൂട്ട്, ഒന്നിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടാണ് മറ്റേത്. അടുത്തത് കോംപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ക് ആൻഡ് പെന്ന്. ഇഫ് ദ പ്രൈസ് ഓഫ് പെൻ റൈസസ് ദ ഡിമാൻഡ് ഫോർ ഇങ്ക് ഫോൾസ്. അപ്പോൾ പെന്നിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് പെന്നിലാണ് നമുക്ക് ഇങ്ക് ആവശ്യമായിട്ടുള്ളത് അല്ലേ, അപ്പോൾ പെന്നിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്കിൻ്റെ ഡിമാൻഡ് കുറയും. കാരണം അവിടെ പെന്നിൻ്റെ ഡിമാൻഡ്, പെന്ന് വാങ്ങുന്നത് കമ്മിയാക്കും. അതേപോലെ ഇങ്ക് വാങ്ങുന്നതും, പെന്ന് വാങ്ങിയാലല്ലേ നമുക്ക് ഇങ്ക് വാങ്ങേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതിനെയാണ് കോംപ്ലിമെൻറ്റ്സ് പറയാം. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യവും, കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരെണ്ണം യൂസ് ചെയ്യാൻ വേണ്ടി ആവശ്യമായ വേറൊരു പ്രോഡക്റ്റിനെ നമുക്ക് പറയാം. അടുത്താണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസിൽ പറയുന്നത് ഇഫ് ആൻ ഐറ്റം ബിക്കംസ് ട്രെൻഡി ഇറ്റ്സ് ഡിമാൻഡ്സ് റൈസസ് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ആൾക്കാരുടെ ടേസ്റ്റും പ്രിഫറൻസസും, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ട്രെൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എന്താവും, ആൾക്കാർ കൂടുതൽ വാങ്ങാൻ തുടങ്ങും, ഡിമാൻഡ് കൂടും എന്നാണ് പറയുന്നത്. അടുത്തതാണ് സപ്ലൈ ആൻഡ് ഇറ്റ്സ് ഡിറ്റർമിനൻസ്. What is supply? The quantity of a product that a seller is willing and ready to sell at a specific price. ഒരു സ്പെസിഫിക് പ്രൈസിൽ സെല്ലർ എത്ര ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ട്സ് വില്ലിംഗ് ആണ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട്, എത്ര ക്വാണ്ടിറ്റി സെല് ചെയ്യാൻ വില്ലിംഗ് ആണ് എന്നതിനെയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത്. അതിൻ്റെ ഡിറ്റർമിനൻസ് വരുന്നതൊക്കെയാണ് പ്രൈസ് ഓഫ് ദ ഗുഡ്. വെൻ ദ പ്രൈസ് ഗോസ് അപ്പ് ബിസിനസ് സെൽ മോർ ടു ഗെയിൻ ഹയർ പ്രോഫിറ്റ്. അപ്പോൾ പ്രൈസ് ഓഫ് ദ ഗുഡും സപ്ലൈയും എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് പറയുന്നത്. പ്രൈസ് കൂടുതലാവുമ്പോൾ ബിസിനസ്സസ് എന്താണ്, അവർ കൂടുതൽ സെല്ല് ചെയ്യാനാണ് നോക്കുക. കാരണം അവർക്ക് എന്ത് ചെയ്യണം, പ്രോഫിറ്റ് കൂടണം. അപ്പോൾ കൂടുതൽ സെല്ല് ചെയ്ത് അവർക്ക് പ്രോഫിറ്റ് കൂടുതൽ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഹയർ പ്രൈസസ് ഓഫ് റോ മെറ്റീരിയൽസ് ഓർ വേജസ് ഡിക്രീസസ് സപ്ലൈ.
ഇതിലെന്താണ് പറയുന്നത്? പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ആവുകയാണ്, അതായത് റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് ഒക്കെ അല്ലെങ്കിൽ വേജസ് ഒക്കെ ഇൻക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സപ്ലൈ ഡിക്രീസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അവർ പ്രൊഡക്ഷൻ കമ്മിയാക്കും, കോസ്റ്റ് കമ്മിയാക്കാൻ വേണ്ടി അവർ പ്രൊഡക്ഷൻ കമ്മിയാക്കും. അടുത്ത ടെക്നോളജി. ബെറ്റർ മെഷീനറി റെഡ്യൂസസ് കോസ്റ്റ് ആൻഡ് ഇൻക്രീസസ് സപ്ലൈ. ബെറ്റർ മെഷീനറി, അതായത് നല്ല മെഷീനറി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നല്ല ടെക്നോളജി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ടാക്സസ് ആൻഡ് സബ്സിഡീസ്. ഗവൺമെൻറ് ടാക്സസ് റെഡ്യൂസസ് സപ്ലൈ, ക്യാഷ് സബ്സിഡീസ് ഇൻക്രീസ് ഇറ്റ്. അപ്പോൾ ടാക്സസ്, ഗവൺമെൻറ് കൂടുതൽ ടാക്സ് ഇമ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? റെഡ്യൂസ് ആവും എന്നാണ് പറയുന്നത്. സപ്ലൈ റെഡ്യൂസ് ആവും, കാരണം അവിടെ ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കമ്മിയാവും. ക്യാഷ് സബ്സിഡീസ് ഇൻക്രീസ് ഇറ്റ്. അപ്പോൾ എന്തിനെങ്കിലും വേണ്ടിയിട്ട് ക്യാഷ് സബ്സിഡി ആയിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തിന് ഇൻക്രീസ് ആവും എന്നാണ് പറയുന്നത്? അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതും സെല് ചെയ്യുന്നതും ഇൻക്രീസ് ആയിരിക്കും. ഇതൊക്കെയാണ് സപ്ലൈ ഡിറ്റർമിനൻസും വരുന്നത്. ഇനി ഷെഡ്യൂൾസ് ആൻഡ് കർവ്സ്. ഷെഡ്യൂൾ, എ സിമ്പിൾ ഡാറ്റ ടേബിൾ ഷോയിങ് ക്വാണ്ടിറ്റീസ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസ് ലെവൽസ്. എന്താണ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിമ്പിൾ ടേബിളാണ്. ഒരു ടേബിൾ, ഡാറ്റ ഉള്ള ഒരു ടേബിളാണ്, ഡാറ്റ ഒക്കെ കാണിക്കുന്ന ടേബിളാണ്. എന്തൊക്കെ കാണിക്കും? ക്വാണ്ടിറ്റീസ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസ് ലെവൽസ്. എത്രയൊക്കെ പ്രൈസ് ലെവൽസിൽ എത്രയൊക്കെ ക്വാണ്ടിറ്റീസ്, ഡിമാൻഡ്, സപ്ലൈ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേബിൾ, ഒരു ഡാറ്റ ആയിട്ടുള്ള ഒരു ടേബിളിനെയാണ് നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ വിഷ്വൽ ഗ്രാഫ് ക്രിയേറ്റഡ് ഫ്രം ദ ഷെഡ്യൂൾ. ആ ഷെഡ്യൂൾ യൂസ് ചെയ്ത് നമ്മളൊരു വിഷ്വൽ ഗ്രാഫ് വരയ്ക്കുന്നതിനെയാണ് കർവ് എന്ന് പറയുന്നത്. ദ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പോൾ നമുക്ക് ഡിമാൻഡ് കർവ് ഉണ്ട്, സപ്ലൈ കർവ് ഉണ്ട്. അപ്പോൾ ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്? സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് നിന്ന് റൈറ്റിക്ക് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ്സിൽ കൂടി താഴത്തേക്ക് സ്ലോപ്പ് ചെയ്ത് വരികയായിരിക്കും ഉണ്ടാവുക. കാരണം ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് പ്രൈസും ഡിമാൻഡും ഇൻവേഴ്സ് റിലേഷനാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി സപ്ലൈ കർവ് ആണെങ്കിലോ സ്ലോപ്സ് അപ്വേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് നിന്ന് റൈറ്റിക്ക് മേലേക്കാണ് സ്ലോപ്പായിട്ട് പോകുന്നത്. അത് ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. നമ്മൾ പറഞ്ഞു സപ്ലൈ ഇൻക്രീസ് ആകുമ്പോൾ എന്ത് ഇൻക്രീസ് ആകും? പ്രൈസ് ഇൻക്രീസ് ആകുമ്പോൾ സപ്ലൈ ഇൻക്രീസ് ആകും എന്ന് പറഞ്ഞു. അപ്പോൾ സപ്ലൈ കർവ് എന്താണ്? സ്ലോപ്സ് അപ്വേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സപ്ലൈ കർവ് ഇങ്ങനെയായിരിക്കും വരിക, നമ്മുടെ ഡിമാൻഡ് കർവോ ഇങ്ങനെയായിരിക്കും വരിക. അടുത്താണ് ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. എന്താണ് ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ പറയുന്നത്? ലോ ഓഫ് ഡിമാൻഡ്, കീപ്പിംഗ് അതർ തിങ്സ് കോൺസ്റ്റൻറ്റ്, വെൻ പ്രൈസ് ഗോസ് അപ്പ് ഡിമാൻഡ് ഗോസ് ഡൗൺ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. വെൻ പ്രൈസ് ഇൻക്രീസ് ഡിമാൻഡ് ഡിക്രീസസ്, കീപ്പിംഗ് അതർ തിങ്സ് കോൺസ്റ്റൻറ്റ്. നമ്മൾ ബാക്കി ഒരു കാര്യത്തിലും ചേഞ്ചസ് ഇല്ല എന്ന് വിചാരിക്കാം, ബാക്കി ഒരു ഡിറ്റർമിനൻസിലും ചേഞ്ചസ് ഇല്ല എന്ന് വിചാരിക്കാം, എന്ന് അസ്യൂം ചെയ്യുക. വെൻ പ്രൈസ് ഗോസ് അപ്പ് ഡിമാൻഡ് ഗോസ് ഡൗൺ. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ആവുന്നതോടുകൂടി എന്ത് ചെയ്യും? ഡിമാൻഡ് ഡിക്രീസ് ആവും. ആൻഡ് വൈസ് വേഴ്സ. അതേപോലെ തന്നെ പ്രൈസ് ഡിക്രീസ് ആവുകയാണെങ്കിൽ ഡിമാൻഡ് ഇൻക്രീസ് ആയിരിക്കും. ലോ ഓഫ് സപ്ലൈയിൽ പറയുന്നത് എന്താണ്? കീപ്പിംഗ് അതർ തിങ്സ് കോൺസ്റ്റന്റ്, വെൻ പ്രൈസ് ഗോസ് അപ്പ് സപ്ലൈ ഗോസ് അപ്പ്. ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രൈസ് ഇൻക്രീസ് ആവും തോറും സപ്ലൈയും ഇൻക്രീസ് ആയിരിക്കും, പ്രൈസ് കുറയും തോറും സപ്ലൈയും കുറവായിരിക്കും. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി മാർക്കറ്റ് ഇക്വിലിബ്രിയം. Equilibrium occurs at a single point where market demand equals to market supply. മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈയും ഈക്വൽ ആവുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് സപ്ലൈയും മാർക്കറ്റ് ഡിമാൻഡും ഏത് പോയിന്റിലാണ് ഈക്വൽ ആവുന്നത്? അതായത് ആൾക്കാർ എത്ര വാങ്ങാൻ റെഡി ആവുന്നു അത്ര തന്നെ വിൽക്കാൻ പ്രൊഡ്യൂസേഴ്സും റെഡി ആവുന്നു. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ദ പ്രൈസ് അറ്റ് ദിസ് പോയിന്റ് ഇസ് ഇക്വിലിബ്രിയം പ്രൈസ്. ഈ പോയിന്റിലുള്ള പ്രൈസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയാം. ആൻഡ് ദ എമൗണ്ട് സോൾഡ് ഇസ് ദ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. അപ്പോൾ അവിടെ എത്ര എമൗണ്ട് ആണോ ആ ഒരു പ്രൈസിന് നമ്മൾ അവിടെ ഈ ഇക്വിലിബ്രിയം പോയിന്റിൽ സെല്ല് ചെയ്യുന്നത്, ആ എമൗണ്ടിനെയാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ആ എമൗണ്ട് ഓഫ് സെല്ല് ചെയ്യുന്ന പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അറ്റ് ദിസ് പ്രൈസ് ദർ ഇസ് നോ എംപ്റ്റി ഷെൽസ് ആൻഡ് നോ വേസ്റ്റഡ് സ്റ്റോക്സ്. അപ്പോൾ ഈ പോയിന്റിൽ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരുന്നില്ല എന്ന് പറയുന്നുണ്ട്? ഷോർട്ടേജസ് വരുന്നില്ല. അതായത് ആൾക്കാർക്ക് ഇത് കൊടുക്കാതിരിക്കാൻ, അതായത് ഡിമാൻഡ് കൂടുതലാണ് സപ്ലൈ കുറവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും, നമുക്ക് അവർക്ക് ആവശ്യമായ പ്രൊഡക്ട്സ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കും? സെല്ല് ചെയ്യാൻ പറ്റാത്തത് കാരണം ഷോർട്ടേജസ് ഉണ്ടായിരിക്കും. ആ ഒരു സംഭവം. അതേപോലെ ഇനി കൂടുതൽ സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ, ഡിമാൻഡ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ ബാക്കി സ്റ്റോക്ക് ഉണ്ടായിരിക്കും, അപ്പോൾ സർപ്ലസസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഈ ഒരു പോയിന്റിൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. കാരണം ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണ്. മൂവിങ് ടു ന്യൂ ഇക്വിലിബ്രിയം. When external factors change, curves shifts creating a new intersection point. Demand shifts right. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കാം. അപ്പോൾ ഈ ഗ്രാഫ് ഇങ്ങനെയാണെന്ന്, അപ്പോൾ
അപ്പോൾ നമ്മളുടെ സപ്ലൈ കർവ് നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ് വരിക, നമ്മുടെ ഡിമാൻഡ് കർവ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഈ പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു രണ്ടും കൂടി ടച്ച് ആവുന്ന ഈ പോയിൻറ്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ക്വാണ്ടിറ്റിയും ഇത് നമ്മളുടെ പ്രൈസും ആണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ ഇക്വിലിബ്രിയം പ്രൈസ്, ഇതാണ് നമ്മളുടെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഡിമാൻഡ് ഷിഫ്റ്റ് റൈറ്റ്, പ്രൈസ് ഇൻക്രീസസ്, ക്വാണ്ടിറ്റി റൈസസ്. അപ്പോൾ ഡിമാൻഡ് റൈറ്റിക്ക് പോകും തോറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ റൈറ്റിക്ക് പോവുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇതാണ് നമ്മുടെ സപ്ലൈ കേവ്, ഇതാണ് നമ്മുടെ ഡിമാൻഡ് കേവ്. അപ്പോൾ റൈറ്റിക്ക് പോവുക എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ ഒറിജിനൽ ഡിമാൻഡ് കേവ്. അപ്പോൾ ഇവിടുന്ന് റൈറ്റിക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ റൈറ്റിക്ക് പോയ ഡിമാൻഡ് കേവായി. അപ്പോൾ റൈറ്റിക്ക് ഡിമാൻഡ് കേവ് പോകുമ്പോൾ നമ്മുടെ പ്രൈസും ഇൻക്രീസ് ആവും, ക്വാണ്ടിറ്റിയും ഇൻക്രീസ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിമാൻഡ് ഷിഫ്റ്റ് റൈറ്റ്, അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഡിമാൻഡ് കേവ് അങ്ങോട്ട് കൂടി, ഇതാണ് നമ്മുടെ ഒറിജിനൽ ഡിമാൻഡ് കേവ്. ആ ഒറിജിനൽ ഡിമാൻഡ് കേവ് റൈറ്റിക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ അവിടെ പ്രൈസും റൈസ് ചെയ്യും, ക്വാണ്ടിറ്റിയും റൈസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഡിമാൻഡ് ഷിഫ്റ്റ് ലെഫ്റ്റ്, ഇപ്പോൾ ഈ ഒറിജിനൽ ഡിമാൻഡിൽ നിന്ന് ലെഫ്റ്റിക്ക് വന്നു വിചാരിക്കാം. ലെഫ്റ്റിക്ക് വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ പ്രൈസ് വരിക, ഇവിടെയാണ് നമ്മുടെ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും വരിക. അപ്പോൾ പ്രൈസും ഫോൾ ചെയ്യും, അതേപോലെ ക്വാണ്ടിറ്റിയും ഫോൾ ചെയ്യും എന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ സപ്ലൈൻ്റെ കാര്യം. ഇപ്പോൾ ഇതാണ് നമ്മളുടെ സപ്ലൈ കർവ് എന്ന് വരുന്നത്. സപ്ലൈ ഷിഫ്റ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ സപ്ലൈ റൈറ്റിക്ക് പോകുമ്പോൾ എന്തായിരിക്കും, പ്രൈസും ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഒറിജിനൽ ഡിമാൻഡ് കർവ്. അപ്പോൾ സപ്ലൈയും ഫോൾ ആവും, അതേപോലെ പ്രൈസും ഫോൾ ആവും, അതേപോലെ ക്വാണ്ടിറ്റി റൈസ് ചെയ്യും ആ ഒരു സിറ്റുവേഷനിൽ എന്നാണ് പറയുന്നത്. ഞാനത് ഇവിടെ വരച്ച് കാണിക്കാം. ഇതാണ് നമ്മുടെ സപ്ലൈ കർവ്, ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ്, ഇതാണ് ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ നമ്മളുടെ സപ്ലൈ റൈറ്റിക്ക് ഷിഫ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാവും വരിക. സപ്ലൈ റൈറ്റിക്ക് ഷിഫ്റ്റായി, അപ്പോൾ നമ്മുടെ പ്രൈസ് എന്ത് ചെയ്യും, പ്രൈസ് ഫോൾ ചെയ്യും, പക്ഷേ ക്വാണ്ടിറ്റി ഇൻക്രീസ് ആവും. പ്രൈസ് ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തി അല്ലേ, അപ്പോൾ പ്രൈസ് എന്താ ചെയ്തിരിക്കുന്നത്, ഫോളായി, പക്ഷേ ക്വാണ്ടിറ്റിയോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറി, അപ്പോൾ ക്വാണ്ടിറ്റി അവിടെ റൈസായി. അതേപോലെ സപ്ലൈ ഷിഫ്റ്റ് ലെഫ്റ്റ്, ഇപ്പോൾ സപ്ലൈ ലെഫ്റ്റിക്കാണ് ഷിഫ്റ്റ് ആയേ എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈസ് ഇൻക്രീസ് ആവും, ക്വാണ്ടിറ്റി ഫോൾ ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് background to demand and supply. The topic introduces the structural foundation of economics, scarcity. Human wants are endless but world resources are limited. നമ്മൾ പറഞ്ഞു എന്താണ് scarcity എന്നുള്ള കാര്യം അല്ലേ. Human wants endless ആണ്, human wants unlimited ആണ്, but resources are limited. നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സസോ ലിമിറ്റഡ് ആണ്. The interaction of demand and supply automatically answer the three big questions of society. Interaction, ഡിമാൻഡിൻ്റെയും സപ്ലൈൻ്റെയും ഇൻ്ററാക്ഷൻ നമുക്ക് 3 ക്വസ്റ്റ്യൻസിന് ആൻസർ തരും എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ? വാട്ട് ടു പ്രൊഡ്യൂസ്, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ഗുഡ്സ് ദാറ്റ് കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ഹെവിലി, നമുക്ക് അതായത് ഗുഡ്സ്, ഏത് ഗുഡ്സാണ് കൺസ്യൂമേഴ്സ് ഹെവി ആയിട്ട് ഡിമാൻഡ് ചെയ്യുന്നത്, അവർക്ക് അത്രയും ആവശ്യത്തോടെ ഡിമാൻഡ് ചെയ്യുന്ന ഗുഡ്സ് ഏതാണ്, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഹൗ ടു പ്രൊഡ്യൂസ്, യൂസിങ് ദ ചീപ്പസ്റ്റ് ആൻഡ് മോസ്റ്റ് എഫിഷ്യൻറ്റ് ടെക്നോളജി അവൈലബിൾ, ചീപ്പസ്റ്റ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. For whom to produce? For those who have the purchasing power to pay the price. ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ആർക്കാണോ അത് വാങ്ങാനുള്ള പർച്ചേസിങ് പവർ, ക്യാഷ് ഉള്ളത്, ആരാണോ ആ ഒരു പ്രൈസിന് അത് പേ ചെയ്യാൻ അല്ലെങ്കിൽ വാങ്ങാൻ റെഡി ആയിട്ടുള്ളത്, അപ്പോൾ അവർക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊഡ്യൂസ് ചെയ്യുക. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എന്ത് ചെയ്യേണ്ടത്, പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അടുത്ത ഡിമാൻഡ് ആൻഡ് ദ കൺസ്യൂമർ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺസ്യൂമർ ഡിമാൻഡ്. It is regular and continuous, calculated over a specific duration. അപ്പോൾ ഇത് റെഗുലറും കണ്ടിന്യൂസും ആണ്, കാൽക്കുലേറ്റഡ് ഓവർ സ്പെസിഫിക് ഡ്യൂറേഷൻ. ഒരു സ്പെസിഫിക് ഡ്യൂറേഷനിലാണ് നമ്മൾ ഈ സംഭവം കൺസ്യൂമർ ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡെയിലി ആവാം, മന്ത്ലി ആവാം, ഒരു സ്പെസിഫിക് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും, അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ഓൾവേസ് ടൈ ടു സ്പെസിഫിക് മാർക്കറ്റ് പ്രൈസ്, അതിപ്പോഴും മാർക്കറ്റ് പ്രൈസ് ആയിട്ട് ടൈ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. വിഷ്ഫുൾ തിങ്കിങ് വിത്തൗട്ട് ക്യാഷ് ഇസ് നോട്ട് ഡിമാൻഡ്. ക്യാഷ് കാര്യം ഇല്ലാതെ, അതായത് ക്യാഷും ഡിമാൻഡും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കണക്റ്റഡ് ആണ്, പ്രൈസും ഡിമാൻഡും കണക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി ഇതിൽ വരുന്ന ടു മെയിൻ approaches to analyze consumer demand. കൺസ്യൂമർ ഡിമാൻഡ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 അപ്രോച്ചസ് ആണുള്ളത്, കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും. അതിൽ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ എന്താ പറയുന്നത്, അസ്യൂംസ് ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ യു ഗെറ്റ് ഫ്രം കൺസംഷൻ can be measured in exact numbers called utils. അപ്പം നമുക്ക് എന്താണ്
സാറ്റിസ്ഫാക്ഷൻ ലെവൽ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് കിട്ടി, ആ പ്രൊഡക്റ്റ് നമ്മൾ കൺസ്യൂം ചെയ്തു. അത് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കറക്റ്റ് എക്സാക്റ്റ് നമ്പേഴ്സിൽ മെഷർ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു മാംഗോ കഴിക്കുകയാണ്. അപ്പോൾ മാംഗോ കഴിക്കുമ്പോൾ ആ ഒരു മാംഗോ കഴിച്ചപ്പോൾ എനിക്ക് 10 യൂണിറ്റ്സ് എന്ത് കിട്ടി, 10 യൂണിറ്റ് സാറ്റിസ്ഫാക്ഷനാണ് കിട്ടിയത്. അതൊന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും, എക്സാക്ട് നമ്പേഴ്സിൽ മെഷർ ചെയ്യാൻ പറ്റും എന്നാണ് ഈ കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ പറയുന്നത്. ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിലോ states that satisfaction cannot be measured in numbers. Consumers can only rank their choices. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസ്യൂമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ നമ്പേഴ്സിൽ മെഷർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ റാങ്ക് ചെയ്യാൻ പറ്റും. അതായത് ഞാനിപ്പോൾ ഒരു മാംഗോയും ഒരു ആപ്പിളും കഴിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് റാങ്ക് ചെയ്യാം, മാംഗോനെക്കാട്ടിലും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് ആപ്പിൾ കഴിച്ചപ്പോഴാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് റാങ്ക് ചെയ്യാം. അല്ലാണ്ട് എനിക്ക് മാംഗോവിന് 10 യൂണിറ്റ് സാറ്റിസ്ഫാക്ഷനാണ് കിട്ടിയത്, ആപ്പിളിന് 12 യൂണിറ്റ് സാറ്റിസ്ഫാക്ഷനാണ് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് നമ്പേഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ പറയുന്നത്. അപ്പം മാർജിനൽ യൂട്ടിലിറ്റി തിയറി. ഫസ്റ്റ് ടോട്ടൽ യൂട്ടിലിറ്റി നോക്കാം. കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഗെയിൻഡ് ഫ്രം കൺസ്യൂമിങ് ഓൾ യൂണിറ്റ്സ് ഓഫ് എ ഗുഡ്. അപ്പം നമ്മളൊരു ഗുഡിൻ്റെ കുറേ യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ യൂണിറ്റ്സിലും നമുക്ക് ഓരോ സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലേ, ഓരോ നമ്പേഴ്സ് കിട്ടും. അപ്പോൾ അതെല്ലാം ആഡ് ചെയ്ത് കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ അതിനെയാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് എനിക്ക് ആദ്യത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ എനിക്ക് 10 ആണ് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ, രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ എനിക്ക് 12 ആണ് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ടോട്ടൽ എനിക്ക് എത്ര ടോട്ടൽ യൂട്ടിലിറ്റി എത്രയായിരിക്കും, ഫസ്റ്റത്തെ 10 പ്ലസ് സെക്കൻഡത്തെ 12 22. അതിനാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മാർജിനൽ യൂട്ടിലിറ്റിയോ ദ എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ ഫ്രം കൺസ്യൂമിങ് ജസ്റ്റ് 1 more യൂണിറ്റ്. അതായത് ആദ്യത്തേൽ എനിക്ക് 10 ആണ് കിട്ടിയത്, രണ്ടാമത്തേൽ എനിക്ക് 12 യൂണിറ്റ് ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത്, അപ്പോൾ എക്സ്ട്രാ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യത്തെ കൺസ്യൂം ചെയ്യുമ്പോൾ 10 കിട്ടി, രണ്ടാമത്തെ കൺസ്യൂം ചെയ്യുമ്പോൾ 12 ആണ്. അപ്പോൾ എക്സ്ട്രാ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ എനിക്ക് എത്ര എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ കിട്ടി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 10 ആയിരുന്നു, രണ്ടാമത്തെ 12 ആയി. അപ്പോൾ 12 - 10 എത്രയാണ്, 2. അപ്പോൾ എനിക്ക് എക്സ്ട്രാ രണ്ടാമത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ എനിക്ക് 2 യൂണിറ്റ്സ് എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ കിട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അപ്പോൾ TUN അതായത് ടോട്ടൽ യൂട്ടിലിറ്റി N മൈനസ് ടോട്ടൽ യൂട്ടിലിറ്റി N - 1. അതായത് ഇപ്പോൾ ഞാൻ ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ എനിക്ക് 10 ആണ് കിട്ടിയത്, സെക്കൻഡ് യൂണിറ്റ് കൺസ്യൂം ചെയ്തപ്പോൾ എനിക്ക് 12 ആണ് കിട്ടിയത്. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് സെക്കൻഡ് കൺസംഷൻ മൈനസ് ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് സെക്കൻഡ് -1, അതായത് ഫസ്റ്റ് കൺസംഷൻ എന്നാണ് പറയുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഇത്. ഇപ്പോൾ ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത് സെക്കൻഡ് യൂണിറ്റിൻ്റെയാണ്. അപ്പോൾ എങ്ങനെ പറയാം, എനിക്ക് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ഈസ് ഈക്വൽ ടു ടോട്ടൽ യൂട്ടിലിറ്റി 2 മൈനസ് ടോട്ടൽ യൂട്ടിലിറ്റി 1 എന്ന് പറയാം. ഇനി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി? ആസ് യു കൺസ്യൂം മോർ യൂണിറ്റ്സ് ഓഫ് ആൻ ഐറ്റം കണ്ടിന്യൂസ്ലി ദ എക്സ്ട്രാ ഹാപ്പിനെസ് യു ഗെറ്റ് ഫ്രം ഈച്ച് എക്സ്ട്രാ യൂണിറ്റ് ഡ്രോപ്സ്. അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഫസ്റ്റ് ഞാനൊരു മാങ്ങ കൺസ്യൂം ചെയ്തപ്പോൾ എനിക്ക് 10 ആണ് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ, സെക്കൻഡ് കൺസ്യൂം ചെയ്തപ്പോൾ എനിക്ക് 12 കിട്ടി, തേർഡ് കൺസ്യൂം ചെയ്തപ്പോൾ എനിക്ക് 14 കിട്ടി, ഫോർത്ത് കൺസ്യൂം ചെയ്തപ്പോൾ എനിക്ക് കുറേ മാങ്ങ കഴിച്ചല്ലോ, അപ്പോൾ എനിക്ക് ഫോർത്ത് കൺസ്യൂം ചെയ്തപ്പോൾ എനിക്ക് കുറേയാണ് ചെയ്തത്. ആ സാറ്റിസ്ഫാക്ഷൻ കൂടുന്നതിന് പകരം നമ്മൾ ഒരു സംഭവം കുറേ തവണ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് മടുക്കില്ലേ. അപ്പോൾ എനിക്കത് അവിടെ 40 നിന്ന് വീണ്ടും 12ക്ക് വന്നു, എൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ വീണ്ടും എന്തിലേക്ക് വന്നു, 12ക്ക് വന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. എക്സ്ട്രാ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അവിടെ മാർജിനൽ യൂട്ടിലിറ്റി കമ്മിയായി വന്നില്ലേ. അപ്പോൾ ഞാൻ ആദ്യം 10 ആയിരുന്നു, പിന്നെ 12 ആയി, പിന്നെ 14 ആയി, പിന്നെ വീണ്ടും 12 ആയി. അപ്പോൾ ആദ്യത്തെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 2 ആയിരുന്നു, പിന്നെ അതെന്തായി, പിന്നെ വീണ്ടും എന്തായി 12 എന്ന് 2 ആയി, പിന്നെ വീണ്ടും എനിക്കത് എന്തായി -2 ആയി മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത് അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഓരോ യൂണിറ്റ് കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂം ചെയ്യുന്തോറും നമ്മളുടെ മാർജിനൽ യൂട്ടിലിറ്റി, അതായത് നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ, നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന ആ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എക്സ്ട്രാ കിട്ടുന്ന ആ ഹാപ്പിനെസ് എന്താവും, കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. അടുത്ത കൺസ്യൂമർ ബാലൻസ് കണ്ടീഷൻ. ഈ കൺസ്യൂമർ സ്റ്റോപ്സ് ബൈയിങ് മോർ വെൻ ദ സാറ്റിസ്ഫാക്ഷൻ മാച്ചസ് ദ പ്രൈസ് പെയ്ഡ്. അപ്പോൾ അവർ പ്രൈസ് എത്രയാണോ പേ ചെയ്തത് അതിനനുസരിച്ചിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ അവിടെ കൺസ്യൂമർ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും എന്നാണ് ഈ കൺസ്യൂമർ ബാലൻസ് കണ്ടീഷനിൽ പറയുന്നത്. ഡിമാൻഡ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സിറ്റുവേഷൻസ് വെർ ദ ഫൈനൽ റിസൾട്ട് ഇസ് അൺനോൺ ബട്ട് വി ക്യാൻ കാൽക്കുലേറ്റ് മാത്തമാറ്റിക്കൽ പ്രോബബിലിറ്റീസ്.
അപ്പോൾ റിസ്കിൽ പറയുന്നത് നമുക്ക് അതിൻ്റെ ഫൈനലായിട്ടുള്ള റിസൾട്ട് എന്തായിരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല, അൺനോൺ ആയിരിക്കും. പക്ഷെ അവിടെ നമുക്ക് എന്തിന് ചെയ്യാൻ പറ്റും, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മാത്തമാറ്റിക്കൽ പ്രോബബിലിറ്റീസ് വെച്ചിട്ട് നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതിനാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ഇത് റിസൾട്ട് നമുക്ക് അൺനോൺ ആയിരിക്കും, ഫൈനൽ റിസൾട്ട് അൺനോൺ ആയിരിക്കും. അൺസർട്ടനിറ്റി ഓർ സിറ്റുവേഷൻസ് വെർ ദ ഫ്യൂച്ചർ ഇസ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആൻഡ് അൺപ്രഡിക്റ്റബിൾ. ഇവിടെ നമുക്ക് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആണ്, നമുക്ക് എന്തായിരിക്കും ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോണതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. കംപ്ലീറ്റ്ലി എന്തായിരിക്കും, ബ്ലാങ്ക് ആയിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനെയാണ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സ് ആർ ജനറലി റിസ്ക് അവേഴ്സ്. This human behavior creates a massive demand for financial protection tools like insurance packages. അപ്പോൾ കൺസ്യൂമേഴ്സ് റിസ്ക് ബെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും റിസ്ക് ബെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിസ്ക് അധികം എടുക്കരുത് എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തെന്താണ് ഡിമാൻഡ് ആൻഡ് ദ ഫേം. എസ്റ്റിമേറ്റിംഗ് ഡിമാൻഡ് ഫംഗ്ഷൻസ്. നമുക്ക് ഡിമാൻഡ് ഫംഗ്ഷൻ എസ്റ്റിമേറ്റ് ചെയ്യാം. ഈ ഡിമാൻഡ് ഫംഗ്ഷൻ ഇസ് എൻ ഓൾജിബ്രിക് ഫോർമുല ഷോവിങ് ഹൗ മച്ച് ഫാക്ടേഴ്സ് എഫക്റ്റ് സെയിൽസ്. അപ്പോൾ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ഫോർമുലയാണ്, ഓൾജിബ്രിക് ഫോർമുലയാണ്. അതെന്തിന് ഷോ ചെയ്യുന്ന പണിത്, ഹൗ മച്ച് ഫാക്ടേഴ്സ് എഫക്റ്റ് സെയിൽസ്, സെയിലിനെ ഏതൊക്കെ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓൾജിബ്രിക് ഫോർമുല ആണ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫേംസ് അപ്ലൈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുലാസ് ലൈക്ക് റിഗ്രഷൻ അനാലിസിസ് ഓൺ പാസ്റ്റ് സെയിൽസ് ഷീറ്റ്സ് ടു ഡിസ്കവർ ദീസ് ഹിഡൻ വേരിയബിൾസ്. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് കണ്ടുപിടിക്കുന്നതാണ് പറയുന്നത്. പണ്ടത്തെ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന പാസ്റ്റ് സെയിൽസ് ഷീറ്റൊക്കെ നോക്കിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുലാസും ടൂൾസൊക്കെ നോക്കിയിട്ട് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്ന ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ട്, അങ്ങനെ പല സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുലാസും ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള വേരിയബിൾസ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഡിമാൻഡ് ഫംഗ്ഷനൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഇറ്റ് മീൻസ് പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ സെയിൽസ് സോ ദാറ്റ് ദ ബിസിനസ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ടു മച്ച് ഓർ ടു ലിറ്റിൽ. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിമാൻഡ് ഉണ്ടായിരിക്കും ഫ്യൂച്ചറിൽ ഈ ഒരു പ്രൊഡക്റ്റിന് എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതെന്തിന് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്, ബിസിനസ്സസ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ടു മച്ച് ഓർ ടു ലിറ്റിൽ, ഓവർ പ്രൊഡക്ഷനും അണ്ടർ പ്രൊഡക്ഷനും കമ്മിയാക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. മെത്തേഡ്സ് ടു ഫോർകാസ്റ്റ്. എന്തൊക്കെ മെത്തേഡ് ഉണ്ട്? ക്വാളിറ്റേറ്റീവ് മെത്തേഡ്, സർവേയിങ് ബയേഴ്സ് ഡയറക്ട്ലി, കളക്ടിങ് ഒപ്പീനിയൻസ് ഫ്രം ഫീൽഡ് സെയിൽസ് പേഴ്സൺ ഓർ യൂസിങ് ഡെൽഫി മെത്തേഡ്. അപ്പോൾ എന്താണ് പറയുന്നത്, ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഉണ്ട്. അതായത് നമ്മൾ ബയേഴ്സിൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് ആസ്ക് ചെയ്യുക, ഡയറക്റ്റായിട്ട് അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതേപോലെ സെയിൽസ് പേഴ്സൺസിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഒപ്പീനിയൻസ് കളക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ മെത്തേഡിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എക്സ്പേർട്സിൻ്റെ അടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. അങ്ങനെ വഴിയൊക്കെ നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ മെത്തേഡാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്, പ്ലോട്ടിംഗ് പാസ്റ്റ് നമ്പേഴ്സ് യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാത്തമാറ്റിക്കൽ ടൂൾസ് ലൈക്ക് ട്രെൻഡ് പ്രൊജക്ഷൻ. അപ്പോൾ മാത്തമാറ്റിക്കൽ ടൂൾസ് വെച്ചിട്ട് പാസ്റ്റ് പാസ്റ്റ് സെയിൽസും ഡിമാൻഡൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ മാത്തമാറ്റിക്കലും സ്റ്റാറ്റിസ്റ്റിക്കലും ആയിട്ടുള്ള ഫോർമുലാസ് വെച്ചിട്ട് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അടുത്ത കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ. നേച്ചർ ആൻഡ് ടൈപ്സ് ഓഫ് കോസ്റ്റ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ഉണ്ട്, ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഉണ്ട്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് പറഞ്ഞാൽ എന്താണ്, ക്ലിയർ ഔട്ട് ഓഫ് പോക്കറ്റ് ക്യാഷ് പേയ്മെൻറ്റ്സ് മെയ്ഡ് ടു ഔട്ട്സൈഡേഴ്സ്. അപ്പോൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മൾ ഈ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോസ്റ്റ് ആയിരിക്കില്ല എന്ത് പറയുന്നത്, എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ഔട്ട് ഓഫ് പോക്കറ്റ് ക്യാഷ് പേയ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. മെയ്ഡ് ടു ഔട്ട്സൈഡേഴ്സ്, നമ്മൾ പുറത്തുള്ള ആൾക്കാർക്ക് പേ ചെയ്യുന്ന ക്യാഷിനെയാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുന്നതാണ് റെൻറ്റ്, സ്റ്റാഫ് വേജസ് ഒക്കെ. ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാലോ എസ്റ്റിമേറ്റഡ് വാല്യൂസ് ഓഫ് സെൽഫ് ഓൺഡ് റിസോഴ്സസ് വെർ നോ ക്യാഷ് ചേഞ്ചസ് ഹാൻഡ്. അപ്പോൾ റണ്ണിങ് ആൻഡ് ഓഫീസ് ഇൻ യുവർ ഓൺ റൂം. അപ്പോൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ആൾക്കാർക്ക് പേ ചെയ്യണം. പക്ഷേ ഇംപ്ലിസിറ്റ് കോസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പേ ചെയ്യുന്നില്ല. അവിടെ ക്യാഷ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, ക്യാഷ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ പക്ഷേ അവിടെ ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് എന്താണ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്, റണ്ണിങ് ആൻ ഓഫീസ് ഇൻ യുവർ ഓൺ റൂം. നമ്മുടെ റൂമിൽ തന്നെ നമ്മളൊരു ഓഫീസ് റണ്ണ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിൽ നമുക്ക് റെൻറ്റ് പേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അപ്പോൾ അതിനാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ നമ്മൾ അതും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ചോയ്സ് യു ഗേവ് അപ്പ് ടു ഡു ദ കറണ്ട് വർക്ക്. അപ്പോൾ നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ഒരു ചോയ്സ് ചൂസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ മറ്റേത് സാക്രിഫൈസ് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്.
ഫിക്സഡ് കോസ്റ്റ്. എന്താണ് ഫിക്സഡ് കോസ്റ്റ്? ഓവർ ഹെഡ് ബിൽസ് ദാറ്റ് നെവർ ചേഞ്ച് വിത്ത് ഔട്ട്പുട്ട് ലെവൽ. പെർമനൻറ്റ് ഫാക്ടറി ഉണ്ട്. നമ്മൾ എത്രയാണോ നമ്മുടെ ഔട്ട്പുട്ട് ലെവൽ, നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ എത്ര സെല്ല് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ഫിക്സഡ് കോസ്റ്റിനെ എഫക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുന്നത് എന്താണ്? പെർമനൻറ്റ് ഫാക്ടറി റെൻറ്റ്. അപ്പോൾ ഈ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും, അത് ചേഞ്ച് ആവില്ല. അടുത്തത് വേരിയബിൾ കോസ്റ്റ്. റണ്ണിങ് കോസ്റ്റ് ദാറ്റ് ജംപ് ഔട്ട് ഓർ ഡൗൺ വിത്ത് പ്രൊഡക്ഷൻ. അപ്പോൾ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച്, പ്രൊഡക്ഷൻ കുറയുന്നതനുസരിച്ചും ഈ വേരിയബിൾ കോസ്റ്റ് കൂടും കുറയും ചെയ്യും എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ റോ മെറ്റീരിയൽ കോസ്റ്റ്. നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ റോ മെറ്റീരിയൽസ് വേണം. അതെല്ലാം നമ്മൾ കുറച്ച് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് റോ മെറ്റീരിയൽസ് മതി. അപ്പോൾ അതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും? നമുക്ക് ചേഞ്ചിങ് ആയിരിക്കും, വേരിയബിൾ കോസ്റ്റ് ചേഞ്ചിങ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഷോർട്ട് റൺ, എ ബ്രീഫ് പീരിയഡ് വേർ അറ്റ്ലീസ്റ്റ് വൺ പ്രൊഡക്ഷൻ ഇൻപുട്ട് ലൈക്ക് ഫാക്ടറി ലാൻഡ് ഈസ് കംപ്ലീറ്റ്ലി ഫിക്സഡ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഈ ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷനിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റെങ്കിലും, അറ്റ്ലീസ്റ്റ് വൺ പ്രൊഡക്ഷൻ ഇൻപുട്ട് എന്നാണ് പറയുന്നത്. ഒരു പ്രൊഡക്ഷൻ ഇൻപുട്ടെങ്കിലും, അതായത് പ്രൊഡക്ഷൻ ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്ഷന് ആവശ്യമായ ഇൻപുട്ട്സ്, അതെന്തൊക്കെയായിരിക്കാം? ഫാക്ടറി, ലാൻഡ്, അതേപോലെ റോ മെറ്റീരിയൽസ്, എന്ത് വേണമെങ്കിലും ആയിരിക്കും. അപ്പോൾ ആ ഇൻപുട്ട് കംപ്ലീറ്റ്ലി ഫിക്സഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് കംപ്ലീറ്റ്ലി എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. ഇഫ് യു കീപ് ആഡിങ് വേരിയബിൾ വർക്കേഴ്സ് ടു എ ഫിക്സഡ് ഫാക്ടറി സ്പേസ്, പ്രൊഡക്ഷൻ വിൽ ഇൻക്രീസ് റാപ്പിഡ്ലി അറ്റ് ഫസ്റ്റ്, ദെൻ സ്ലോ ഡൗൺ ആൻഡ് ഇവൻച്വലി ഡ്രോപ്പ്. നമ്മൾ ലോ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻസ്. അതായത് നമ്മൾ ഇപ്പോൾ വർക്കേഴ്സിന്, ഇപ്പോൾ നമ്മളുടെ വേരിയബിൾ, അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ലാൻഡ്, ഫാക്ടറി ലാൻഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഇപ്പോൾ ലേബറാണ് നമ്മൾ എടുക്കണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ലേബറിന് ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം എന്താവും? നമ്മുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവാൻ തുടങ്ങും. പിന്നെ മെല്ലെ അത് എന്താവും തുടങ്ങും? സ്ലോ ഡൗൺ ആവാൻ തുടങ്ങും. പിന്നെ ലാസ്റ്റ് അത് ഡ്രോപ്പ് ആവാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. Because of this law, the short run average cost and marginal cost lies are always U-shaped. അപ്പോൾ ഇത് ഈ ഒരു സിറ്റുവേഷൻ കാരണം, അല്ലെങ്കിൽ ഈ ഒരു ലോ കാരണം ഗ്രാഫിൽ എപ്പോഴും നമ്മളുടെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും എങ്ങനെയായിരിക്കും? യു ഷേപ്പിലായിരിക്കും എന്നാണ് പറയുന്നത്. ലോങ് റൺ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. എ ലോങ് റൺ ടൈം ഫ്രെയിം വേർ ഓൾ ഇൻപുട്ട്സ് ആർ ഫ്ലെക്സിബിൾ. അപ്പോൾ ലോങ് റണ്ണിൽ എല്ലാ ഇൻപുട്ടും എന്തായിരിക്കും? ഫ്ലെക്സിബിൾ ആയിരിക്കും. എല്ലാ ഇൻപുട്ടും ചേഞ്ച് ആയിരിക്കും. ഒരു ഇൻപുട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫിക്സഡ് ആണെന്ന് പറഞ്ഞാൽ വെക്കാൻ പറ്റില്ല. യു ക്യാൻ എക്സ്പാൻഡ് ഫാക്ടറീസ്, ഇൻസ്റ്റാൾ ന്യൂ ലൈൻസ് ഓർ ബൈ ലാൻഡ്. പുതിയ ലാൻഡ് നമ്മൾ വാങ്ങും, പുതിയ ആൾക്കാരിനെ നമ്മൾ വർക്കേഴ്സായിട്ട് വെക്കും. അപ്പോൾ ലോങ് റണ്ണിൽ എല്ലാ ഇൻപുട്ട്സും, നമ്മളൊരു പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻപുട്ട്സും ഫ്ലെക്സിബിൾ ആയിരിക്കും, ചേഞ്ചിങ് ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. Returns to scale. How total production shift when all factory inputs are multiplied in the same ratio. അപ്പോൾ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഷിഫ്റ്റ് ആവുന്നത്, ടോട്ടൽ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഷിഫ്റ്റ് ആവുന്നത്? എപ്പോൾ എല്ലാ ഫാക്ടറി ഇൻപുട്ട്സും, ഇത് നമ്മൾ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന എല്ലാ ഇൻപുട്ട്സും നമ്മൾ സെയിം റേഷ്യോയിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്, ഷിഫ്റ്റ് ആവുന്നതാണെന്നാണ് പറയുന്നത്. ദ ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഈസ് കോൾഡ് envelope curve because it safely wraps around many short run curves. It is U-shaped due to economies of scale getting efficient as you grow larger, and diseconomies of scale becoming messy and unorganized if you grow too massive. അപ്പോൾ അതിൻ്റെ ഗ്രാഫിൻ്റെ കാര്യമാണ് അതിൽ പറയുന്നത്. അടുത്ത റവന്യൂ ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. മീനിങ് ആൻഡ് ടൈപ്സ് ഓഫ് റവന്യൂ. എന്താണ് ടോട്ടൽ റവന്യൂ? ഹോൾ ക്യാഷ് ബ്രോട്ട് ഇൻ ഫ്രം സെല്ലിംഗ് ഗുഡ്സ്. ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാണ്, ആ സെല്ല് ചെയ്തിട്ട് കിട്ടുന്ന ടോട്ടൽ എമൗണ്ടിനെയാണ്. നമുക്ക് എത്ര ക്വാണ്ടിറ്റി സെല്ല് ചെയ്യുമ്പോൾ നമുക്ക്, ഇപ്പോൾ നമ്മൾ 10 ക്വാണ്ടിറ്റി സെല്ല് ചെയ്തു, അപ്പോൾ 10 ക്വാണ്ടിറ്റിക്കും കൂടി നമുക്ക് എത്ര യൂണിറ്റ്സ് എന്ത് കിട്ടി, എമൗണ്ട് കിട്ടി നമ്മുടെ കയ്യിൽ, അതിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്, ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന പൈസയ്ക്കാണ് നമ്മൾ റവന്യൂ എന്ന് പറയുക. അപ്പോൾ ടോട്ടൽ റവന്യൂ പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ എത്ര എമൗണ്ട് കിട്ടി. അപ്പോൾ ടോട്ടൽ പ്രൈസ് ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു total revenue equal to price into quantity. ഇനി average revenue, earnings made per item sold. This is mathematically identical to market price. അപ്പോൾ ഇതെന്താണ് പറയുന്നത്? ഏർണിങ്സ് മെയ്ഡ് പെർ ഐറ്റം സോൾഡ്. അപ്പോൾ നമ്മൾ ഓരോ യൂണിറ്റ് സെല്ല് ചെയ്യുന്ന സമയത്തും നമുക്ക് എത്ര റവന്യൂ ആണ് കിട്ടിയത് എന്നാണ്. ഓരോ ക്വാണ്ടിറ്റിക്കും നമുക്ക് എന്ത് കാണാണ്? റവന്യൂ കാണുന്നതിനെയാണ് നമ്മൾ ആവറേജ് റവന്യൂ എന്ന് പറയുന്നത്. ആവറേജ് റവന്യൂ ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ബൈ ക്വാണ്ടിറ്റി. അപ്പോൾ ആവറേജ് റവന്യൂ പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ റവന്യൂ ബൈ ക്വാണ്ടിറ്റി. അത് തന്നെയാണ് എന്ത്? പ്രൈസ്. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ അതിന് കിട്ടിയ പ്രൈസിനെയാണ് ആവറേജ് റവന്യൂ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുമ്പോൾ ആ രണ്ടാമത്തെ പ്രോഡക്റ്റിന് കിട്ടിയ പൈസയ്ക്കാണ് ആവറേജ് റവന്യൂ എന്ന് പറയുന്നത്.
ഇനി മാർജിനൽ റവന്യൂ, ദ ടൈനി സ്ലൈസ് ഓഫ് എക്സ്ട്രാ ക്യാഷ് മെയ്ഡ് ഫ്രം സെല്ലിംഗ് എക്സാക്ട്ലി 1 more യൂണിറ്റ്. നമ്മൾ ഒരു യൂണിറ്റ് കൂടുതൽ സെല്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ അവിടെ എത്ര ക്യാഷ് കിട്ടുന്നുണ്ട്, ആ എക്സ്ട്രാ ഏർണിങ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ റവന്യൂനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. ഇനി പ്രൈസ് വേഴ്സസ് റവന്യൂ കർവ്സ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ദ ഫേം കനോട്ട് ഓൾട്ടർ മാർക്കറ്റ് റേറ്റ്സ്, പ്രൈസ് സ്റ്റേസ് യൂണിഫോം, ദെർഫോർ പ്രൈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ ഈക്വൽ ടു മാർജിനൽ റവന്യൂ. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പറയുന്നത് എന്താണ്, ഇവിടെ നമുക്ക് മാർക്കറ്റ് റേറ്റ്സ് അല്ലെങ്കിൽ പ്രൈസ് എന്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഇവിടെ പ്രൈസ് യൂണിഫോം ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രൈസ് എപ്പോഴും ആവറേജ് റവന്യൂക്കും അതേപോലെ മാർജിനൽ റവന്യൂവും ഈക്വൽ ആയിരിക്കും. പ്രൈസ് ഇസ് ഓൾവേസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ, ഇസ് ഓൾവേസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ എന്നാണ് പറയുന്നത്. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെങ്കിലോ മൊണോപ്പൊളി, എക്സാമ്പിൾ പറയുന്നത് മൊണോപ്പൊളിയാണ്. അപ്പോൾ ടു സെൽ മോർ യൂണിറ്റ്സ് ദ മാനേജർ മസ്റ്റ് ലോവർ ദ പ്രൈസ് ടാഗ്, ഹെൻസ് ബോത്ത് ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ സ്ലോപ്പ് ഡൗൺവേർഡ്സ് ആൻഡ് മാർജിനൽ റവന്യൂ ഡ്രോപ്സ് ട്വൈസ് ആസ് ഫാസ്റ്റ് ആസ് ആവറേജ് റവന്യൂ. അപ്പോൾ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൈസ് ലോ ആക്കും, നമ്മളുടെ ഓൾറെഡി ഉള്ള പ്രൈസിന് കുറച്ച് പ്രൈസ് ലോ ആക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ ഡൗൺവേർഡ്, സ്ലോപ്സ് ഡൗൺവേർഡ് എന്നാണ് പറയുന്നത്, കമ്മിയാവും. ആവറേജ് റവന്യൂ മാർജിനൽ റവന്യൂ സ്ലോപ്സ് ഡൗൺവേർഡ്, അതിൻ്റെ ഗ്രാഫ് താഴത്തേക്കാണ് വരുന്നത്. ആൻഡ് മാർജിനൽ റവന്യൂ ഡ്രോപ്സ് ട്വൈസ് ആസ് ഫാസ്റ്റ് ആസ് ആവറേജ് റവന്യൂ. അപ്പോൾ ആവറേജ് റവന്യൂവിനെക്കാട്ടിലും ഫാസ്റ്റായിട്ടായിരിക്കും എന്ത് ഡ്രോപ്പ് ചെയ്യുന്നുണ്ടാവുക, മാർജിനൽ റവന്യൂ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടാവുക എന്നാണ് പറയുന്നത്. അടുത്തത് ഗോൾഡൻ റൂൾസ് ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. എ ബിസിനസ് അച്ചീവ്സ് മാക്സിമം പോസിബിൾ പ്രോഫിറ്റ് ഓൺലി വെൻ ഇറ്റ് മീറ്റ്സ് 2 ഗോൾഡൻ കണ്ടീഷൻ. 2 ഗോൾഡൻ കണ്ടീഷൻസ് പറയേണ്ടത് എന്തൊക്കെയാണ്. ഫസ്റ്റ് റൂൾ, മാർജിനൽ റവന്യൂ മസ്റ്റ് ബി ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. അപ്പോൾ മാർജിനൽ റവന്യൂ എപ്പോഴും മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കണം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കിട്ടണമെങ്കിൽ എന്നാണ് പറയുന്നത്. സെക്കൻഡ് റവന്യൂ, ദ മാർജിനൽ കോസ്റ്റ് ലൈൻ മസ്റ്റ് ക്രോസ് ദ മാർജിനൽ റവന്യൂ ലൈൻ ഫ്രം ബിലോ. ദിസ് മീൻസ് കോസ്റ്റ് മസ്റ്റ് ബി അപ്വേർഡ് സ്ലോപ്പിംഗ് പാസ്റ്റ് ദാറ്റ് ഐഡിയൽ ഇൻ്റർസെക്ഷൻ പോയിന്റ്. അപ്പോൾ ഇത് ഗ്രാഫിലത്തെ കാര്യമാണ് പറയുന്നത്. എപ്പോഴും ഈ മാർജിനൽ കോസ്റ്റ് ലൈൻ എന്ത് ചെയ്യണം, മാർജിനൽ റവന്യൂ എന്ന് താഴ്ത്തുനിന്നാണ് എന്ത് ക്രോസ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ദ മാർജിനൽ കോസ്റ്റ് ലൈൻ മസ്റ്റ് ക്രോസസ് ദ മാർജിനൽ റവന്യൂ ലൈൻ ഫ്രം ബിലോ. അപ്പോൾ മാർജിനൽ റവന്യൂവിൻ്റെ താഴെ മാർജിനൽ കോസ്റ്റ് ലൈൻ വരണം. അങ്ങനെ അവിടുന്ന് വേണം എന്ത് ചെയ്യാൻ, രണ്ടും കൂടി ക്രോസ് ചെയ്ത് പോകാൻ, ഇൻ്റർസെക്റ്റ് ചെയ്തിട്ട് പോകാൻ, ടച്ച് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്.